ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു തക്കാളി സോസിൻ്റെ വീഡിയോ ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് 1 കിലോ തക്കാളിയാണ് എടുക്കുന്നുള്ളത്. ആ തക്കാളി നല്ലോണം കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടായിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ആ വെള്ളത്തിൽ തന്നെ നമുക്കിത് തക്കാളി സോസ് ഉണ്ടാക്കാനും ഉള്ളത്. അങ്ങനെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഫിസിൽ മതിയാവും. ഒരു ഫിസിലും കഴിഞ്ഞതിന് ശേഷം ഇത് തുറക്കണ്ട, ആവിയിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ ഇതിങ്ങനെ ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഒരു ഫിസിലും കഴിഞ്ഞ് ആവിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് തുറന്നു നോക്കിയിട്ട് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് അതേ വെള്ളത്തോടെ തന്നെ നമുക്ക് ആറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അരച്ചു കൊടുക്കുക. അപ്പോൾ തക്കാളിക്ക് ഒരു കളറില്ല, അതാണ് ഈ കളറിൽ ഇങ്ങനെയുള്ളത്. അരയ്ക്കുമ്പോൾ പിന്നെ ഒരു കളർ ഉണ്ടായില്ല അല്ല അങ്ങനെ. എന്നിട്ട് ഞാൻ ഇത് അരച്ചിട്ട് ഒരു അരിപ്പയെ കൂടി അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഏത് പാത്രത്തിൽ അതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിനൊന്ന് അടുപ്പ് തീ കത്തിച്ചതിന് ശേഷം ചെറിയ തീയിൽ അത് പാത്രം വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് കുറച്ച് വറ്റിയെന്ന് തോന്നുമ്പോൾ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊണ്ടെടുക്കുക, കൈയെടുക്കാണ്ട്, അല്ലെങ്കിൽ അത് അടിക്കി ഒടിച്ചോവും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അങ്ങനെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ അത് ചെയ്തതിന് ശേഷം പിന്നെ അപ്പോൾ അത് ഒട്ടും കളറില്ലാതെ ഇരിക്കുന്നുണ്ട് സോസിനെ. അപ്പോൾ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ കേക്കിലെല്ലാം ഇടുന്ന റെഡ് കളർ ഉണ്ടല്ലോ, ജെൽ കളർ പോലത്തത്, അതിൻ്റെ ഒരു നുള്ള അതിലേക്ക് കുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണം കുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി കുറുക്കി എടുത്തിട്ട് അപ്പോൾ നമുക്കിത് ഈ കട്ടിപ്പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് സോസ് റെഡി ആയിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പീടികയിൽ കുറേ പൈസ കൊടുത്തിട്ട് മേങ്ങുന്നതിനേക്കാളും 1 കിലോ തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് 1/4 കുപ്പിയോളം സോസ് ഉണ്ടാക്കിയെടുക്കാം എളുപ്പത്തിൽ തന്നെ. അപ്പോൾ ഇതെൻ്റെ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.